തമിഴ്നാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണം ആരംഭിക്കുന്നതിന് സത്യത്തിൽ 2 ആഴ്ച പോലും തികച്ചില്ല. എന്റെ കൂടെയുണ്ട് മിസ്റ്റർ PK സെലങ്കോവൻ. എല്ലാ തയ്യാറെടുപ്പുകളും ഇതിനകം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഓരോ സീറ്റിലും ആരാണ് മത്സരിക്കാൻ പോകുന്നത് എന്നതിനായുള്ള പോരാട്ടം വളരെ കഠിനമായിരിക്കും. ഇല്ല, ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കും. ഞങ്ങൾ മണ്ഡലത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, പിന്നെ ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്, വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തിയിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ ആ ജോലികളെല്ലാം ചെയ്യുന്നുണ്ട്. അതെ, ഒരുപാട് നിങ്ങൾക്കറിയാമല്ലോ, സംവാദങ്ങൾക്കും നാടകങ്ങൾക്കും ശേഷം, അങ്ങനെ പറയാമോ, കോൺഗ്രസുമായി ഒടുവിൽ നിങ്ങൾ അവരെ നിങ്ങളുടെ കൂടെ നിങ്ങളോടൊപ്പം കൊണ്ടുപോകാൻ സമ്മതിപ്പിച്ചു. എന്നാൽ താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്ക് പരസ്പരം വോട്ട് ചെയ്യാനും പരസ്പരം പിന്തുണയ്ക്കാനും കഴിയുമോ? കോൺഗ്രസ് DMKയ്ക്കും DMK കോൺഗ്രസിനും? ഇല്ല, DMK എല്ലാ സഖ്യകക്ഷികൾക്ക് വേണ്ടിയും പ്രവർത്തിക്കും. ഞങ്ങൾ അവരെ ഉപേക്ഷിക്കില്ല. കാരണം അവരെ ഒഴിവാക്കുന്നത് ഞങ്ങളെ മാത്രമേ ബാധിക്കുകയുള്ളൂ. അതെ, അതുകൊണ്ട് ഞങ്ങൾ അവരെ ഉപേക്ഷിക്കില്ല. പിന്നെ കോൺഗ്രസിനും DMKയ്ക്കും ഇടയിൽ പറയപ്പെട്ട കാര്യങ്ങളൊന്നും കോൺഗ്രസ് നേതാക്കളോ പറഞ്ഞതല്ല. TNGC പ്രസിഡന്റോ AICC പ്രസിഡന്റോ ആ കാര്യങ്ങളെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. പാർട്ടിയിലുള്ള ചില ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ശരിക്കും പ്രവർത്തിക്കേണ്ടതാണെന്ന കാര്യത്തിൽ കേഡറിൽ ഒരു ഭിന്നതയുണ്ടോ? അതെ, ആ പാർട്ടിക്കുള്ളിൽ ഉണ്ടാകാം. അതായത് ആ പാർട്ടി വേണം, കോൺഗ്രസ് അത് ശ്രദ്ധിക്കണം. പക്ഷേ അത് നിങ്ങൾക്കും ഒരു ആശങ്കയാണ്. ഇല്ല, ഞങ്ങളുടെ എല്ലാ സഖ്യകക്ഷികൾക്കും വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുമെന്ന് ഞാൻ കരുതുന്നു. കാരണം വിജയമാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. ആ മുഴുവൻ സഖ്യവും ജയിക്കണം. സാധാരണയായി കേരളവും പുതുച്ചേരിയും തമിഴ്നാടും ഒരുമിച്ചാണ് പോകാറ്. ആ വിടവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതിൽ എന്തെങ്കിലും വായിച്ചെടുക്കുന്നുണ്ടോ, അതോ നിങ്ങൾ കാണുന്നത് അതിന്റെ പ്രയോജനം മാത്രമാണോ? ഇല്ല, കേരളത്തിന്റെ കാര്യം വ്യത്യസ്തമാണ്. കാരണം ഇവിടെ ഇടതുപക്ഷ പാർട്ടികളും കോൺഗ്രസും ഞങ്ങളുടെ കൂടെയുണ്ട് ഒരുമിച്ച്. അവിടെ അവർ എതിർകക്ഷികളാണ്. അതുകൊണ്ട് കേരളം വ്യത്യസ്തമാണ്. എന്നാൽ പോണ്ടിച്ചേരിയിൽ ഞങ്ങൾ അവരുടെ കൂടെ പോകും. ഇല്ല, പ്രശ്നമില്ല. പോണ്ടിച്ചേരിയിൽ പോലും കോൺഗ്രസിലെ ചില ആളുകൾ മാത്രമാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. പക്ഷെ ഈ കാലതാമസം ചില അനാലിസ്റ്റുകളും അഭിപ്രായപ്പെടുന്നത് മിസ്റ്ററിനെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് NDAക്ക് കൂടുതൽ സമയം വേണ്ടതുകൊണ്ടാണ്, വിജയെ അവരുടെ പാളയത്തിലേക്ക് എത്തിക്കാൻ. ആയിരിക്കാം, അവർ ശ്രമിക്കുന്നുണ്ട്. അവർ അദ്ദേഹത്തിന്മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. നോക്കൂ, ഒരു പാർട്ടിയെ സഖ്യത്തിലേക്ക് കൊണ്ടുവരാൻ 2 വഴികളുണ്ട്. സാധാരണയായി BJP പിന്തുടരുന്ന വഴി നമുക്കറിയാം, അതൊരു വാഷിംഗ് മെഷീൻ വഴിയാണ്. അതുകൊണ്ട് അവർ അദ്ദേഹത്തിന്മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ്. നമുക്ക് കാണാം. അപ്പോൾ അദ്ദേഹം ഇന്നലെ ഡൽഹിക്ക് പോയി പുറത്തു വന്ന് അവിടെയുള്ള ജനക്കൂട്ടത്തിന് നേരെ കൈവീശുകയാണ്. ഞാൻ ഇപ്പോഴും ധൈര്യശാലിയാണ്, ഭയന്ന് വിറയ്ക്കുകയല്ല എന്ന് അദ്ദേഹം പറയാൻ ശ്രമിക്കുകയാണോ? എനിക്കറിയില്ല, നമുക്ക് കാണാം. ഏത് തരത്തിലുള്ള കൂടുതൽ സമ്മർദ്ദമാണ് വരുന്നത് നമുക്ക് കാണാം. പക്ഷെ DVKയും NDAയും ഒന്നിച്ചു വന്നാൽ അത് ഈ തെരഞ്ഞെടുപ്പിന്റെ സമവാക്യങ്ങളെ മാറ്റും. അതെ, BJPയിൽ ചേരുന്നവർ ആര് തന്നെയായാലും തോൽക്കും. അതിൽ DMKയും ഉൾപ്പെടും. ഞങ്ങൾ 2001 തോറ്റിരുന്നു, കാരണം ഞങ്ങൾ BJPയിൽ ചേർന്നിരുന്നു. നിങ്ങൾ പ്രകടന പത്രിക യോഗങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. തീർച്ചയായും അത് നിങ്ങൾ കൊണ്ടുവരുമല്ലോ. അതെ, ഇതിനകം തന്നെ നിങ്ങളുടെ സർക്കാർ ഒരുപാട് പദ്ധതികൾ നൽകുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എന്ത് പുതിയതായി കണ്ടുപിടിക്കാൻ കഴിയും? കാരണം നിങ്ങൾ ചെയ്തത് മറ്റ് സംസ്ഥാനങ്ങൾ പിന്തുടരാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് സ്ത്രീകൾക്ക്, നിങ്ങൾക്കറിയാമല്ലോ, സ്ത്രീകൾക്ക് കയ്യിൽ പണം നൽകുന്നതായാലും അല്ലെങ്കിൽ ഈ സൗജന്യ ബസ് പദ്ധതി ആയാലും. ഇനി നിങ്ങൾക്ക് കൂടുതലായി എന്ത് ചേർക്കാൻ കഴിയും? ഞാൻ ഉദ്ദേശിച്ചത് അത് കൂടാതെ നിങ്ങളുടെ സംസ്ഥാനം ഒരു വ്യാവസായിക സംസ്ഥാനം, വികസിത സംസ്ഥാനം എന്ന നിലയിൽ നിങ്ങൾ വലിയ അഭിമാനം കൊള്ളുന്നു. വിഭവങ്ങളുടെ ചോർച്ച വളരെ വലുതായിരിക്കും. തീർച്ചയായും. കാരണം ഞങ്ങളുടെ പ്രധാന വരുമാന സ്രോതസ്സായ വാണിജ്യ നികുതികൾ GST വഴി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. BJP അത് കൊള്ളയടിച്ചു, പോക്കറ്റടിച്ചു എന്ന് എനിക്ക് പറയാൻ കഴിയും. ആ സ്രോതസ് സംസ്ഥാനത്തിൻ്റെ പ്രധാന വരുമാന സ്രോതസ്. ഞങ്ങളുടെ ഫണ്ടിൻ്റെ വിഹിതത്തിനായി ഞങ്ങൾക്ക് അവരെ ആശ്രയിക്കേണ്ടി വരുന്നു, അവരോട് യാചിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യേണ്ടി വരുന്നു. പക്ഷെ എന്നിട്ടും ആളുകൾക്ക് വേണം, ഞങ്ങൾ ജനങ്ങളുടെ അടുത്തേക്ക് പോകുന്നു. ഞങ്ങൾ വിവിധ സംഘടനകളിലെ ആളുകളുടെ അടുത്തേക്ക് പോയി അവരെ കാണുകയും അവർക്ക് മറ്റെന്താണ് വേണ്ടതെന്ന് ചോദിച്ചറിയുകയും ചെയ്തു. അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ പ്രകടന പത്രിക ആസൂത്രണം ചെയ്യും. തമിഴ്നാട്ടിലെ വോട്ടർമാർ യഥാർത്ഥത്തിൽ ലാളിക്കപ്പെടുകയാണോ? കൂടാതെ രാഷ്ട്രീയ പാർട്ടികൾക്കും മറ്റു മാർഗമില്ലേ? കൂടുതൽ ഏതൊരു ഖജനാവിനും എത്രത്തോളം താങ്ങാൻ കഴിയും? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പക്ഷെ അത് സംസ്ഥാന സർക്കാരിന്റെ പങ്കാണ്. ഞങ്ങൾ ചെയ്യുന്നത് വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും സ്ത്രീക്ഷേമത്തിനും വേണ്ടിയാണ്. അതല്ലാതെ ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. കൂടാതെ ഈ 3 മേഖലകളും ഗൗരവമായി എടുത്ത് ചെയ്യേണ്ടതുണ്ട്. അത് സംസ്ഥാനത്തിന് സഹായകമാകും. ഇത്രയധികം സഖ്യകക്ഷികളെ കൊണ്ടുവരുന്നത് ഒരു പരിഭ്രമത്തെയാണോ കാണിക്കുന്നത്, അതോ നിങ്ങൾ ഭയക്കുന്ന ഒരു ഭരണവിരുദ്ധ വികാരത്തെയാണോ? കാരണം വ്യക്തമായും നിങ്ങൾ 5 വർഷമായി ഭരണത്തിലുണ്ട്. അതുകൊണ്ട് കുറച്ചെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവർ ഞങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. കാര്യം എന്തെന്നാൽ
എല്ലാ പാർട്ടികളും ഞങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. കാരണം ഞങ്ങളുടെ സഖ്യത്തിലാണെങ്കിൽ വിജയിക്കാൻ കഴിയുമെന്ന് അവർ കരുതുന്നു. ഞങ്ങൾ സഖ്യത്തിനായി അന്വേഷിച്ച് നടക്കുകയല്ല, ആ പാർട്ടികൾ ഞങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ നിങ്ങൾ ഈ 24 എണ്ണം ഇത്രയും സഖ്യകക്ഷികളുമായി ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയാണെന്ന് പറയുകയാണോ? അതാണോ? അതെ, 21 + 24 ഒരു സംഖ്യയാണെന്ന് ഞങ്ങൾ പറയുന്നു. ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയും. ആ രസതന്ത്രം ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അതെ. കൂടാതെ ഈ സ്ഥാനാർത്ഥികളിൽ ഭൂരിഭാഗവും DMK ചിഹ്നത്തിലും മത്സരിക്കും. അവസാനമായി ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ട്. വിജയിയെയും TVKയെയും കുറിച്ചുള്ള നിങ്ങളുടെ വിലയിരുത്തൽ എന്താണ്? അദ്ദേഹം ഒരു പുതിയ കമോഡിറ്റിയാണ്. അദ്ദേഹം ഒരു പുതിയ, അതെ, നമ്മൾ ഒരുപാട് അഭിനേതാക്കളെ കണ്ടിട്ടുണ്ട്. വടിവേലു പ്രചാരണത്തിന് പോകുന്നതും വലിയ ആൾക്കൂട്ടത്തെ കൂട്ടുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അത് വോട്ടുകളായി മാറിയിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം കണ്ടിട്ടുള്ളതാണ്. നമുക്ക് ഇത്തവണയും എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാണാം. നോക്കൂ, ഞങ്ങൾ നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് സർക്കാർ ഭരിച്ചത്. ഞങ്ങൾ നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്കായി വിജയ് BJPയുമായി പോരാടുന്നില്ല. GSTയിലെ ന്യായമായ വിഹിതത്തിന്റെ കാര്യത്തിൽ പോലും അദ്ദേഹം ശബ്ദമുയർത്തുന്നില്ല. സംസ്ഥാനത്തെ ജനങ്ങളിൽ താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹം ഇന്ത്യ ഗവൺമെന്റിനെതിരെ പോരാടണം. അത് അദ്ദേഹം ചെയ്യുന്നില്ല. അദ്ദേഹത്തിന് യുവാക്കളുടെ വോട്ടും സ്ത്രീകളുടെ വോട്ടും ലഭിക്കാൻ പോകുന്നു എന്ന് ആളുകൾ പറയുന്നു. അതിനെതിരെ എന്തെങ്കിലും പ്രത്യേക പ്രതിരോധ തന്ത്രം നിങ്ങൾക്കുണ്ടോ? ഇല്ല, അത് ഞങ്ങൾ നോക്കിക്കോളാം. ഞങ്ങൾ ആളുകൾ ഫീൽഡിലുണ്ട്, ഞങ്ങളത് നോക്കിക്കോളാം. പക്ഷേ എല്ലാ യുവ വോട്ടുകളും സ്ത്രീ വോട്ടുകളും അദ്ദേഹത്തിന് പോകുമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ആരാധകരുടെ വോട്ട് അദ്ദേഹത്തിന് കിട്ടിയേക്കാം, അത്രേ ഉള്ളൂ. വളരെ നന്ദി സർ. അപ്പോൾ DMK ഇപ്പോഴും അതിന്റെ പ്രകടന പത്രികയിൽ ശക്തമായി നിലകൊള്ളുന്നു. പ്രകടന പത്രികയിലും അവർ പുതിയ എന്തെങ്കിലും അവതരിപ്പിക്കുമെന്ന് പറയുന്നു. കൂടാതെ 5 വർഷം ഭരണത്തിലിരുന്നിട്ടും മെയ് 4 തങ്ങളെ വിജയത്തിലെത്തിക്കുന്നത് തങ്ങളുടെ പ്രകടനമാണെന്ന് അവർ വിശ്വസിക്കുന്നു.